Hi dears, welcome back. പിന്നെ യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കേക്ക് ഞങ്ങളുടെ 11ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഫ്ലേവർ കൊടുത്തിരിക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ കുറേ തവണ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. സാധാരണ 4 മുട്ടയും 1 കപ്പ് ഫ്ലോറും വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 8 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ 1 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോട്ടിലുള്ള ക്രീം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ക്രീമിലേക്ക് ബൂസ്റ്റും അതേപോലെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ബൂസ്റ്റിൻ്റെ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിൽ ബൂസ്റ്റ് ചേർത്തിട്ടുള്ള ക്രീം വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ലെവലാക്കി എടുക്കാം. ഫില്ലിങ്ങിലായിട്ട് കുറച്ച് കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ലെയറും ഇതേപോലെ ചെയ്തിട്ട് കേക്ക് മുഴുവനായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം കേക്ക് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കേക്കിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കട്ട് ചെയ്ത പീസ് നമുക്ക് ആവശ്യമില്ല, അതവിടെ മാറ്റി വെക്കാം. ഇനി ഈ ഒരു കേക്ക് ബേസിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ചുകൂടി ക്രീം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി കേക്ക് ഇതേപോലെ നമുക്ക് ബോർഡിലേക്ക് കുത്തനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക് നന്നായിട്ട് സെറ്റായിട്ടില്ലെങ്കിൽ ഇത് വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം അടിയിൽ കുറച്ചുകൂടി ക്രീം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ക്രീം വെച്ചിട്ട് ബാക്ക് സൈഡിലും അതേപോലെ ഫ്രണ്ടിലും മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ വരുന്ന സൈഡിലൊക്കെ 2-3 സ്ഥലത്തായിട്ട് വുഡിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ സ്ട്രോയോ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് വീട്ടിലേക്ക് ആയതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഇനി എല്ലാ വശവും ക്രീം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ലെവലാക്കി എടുക്കാം. ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ ക്രീമിലോ അല്ലെങ്കിൽ ഗനാഷ് വെച്ചോ ചെയ്യുന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ലപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം, ഒന്നുകിൽ ഇതേപോലെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത ശേഷം കേക്ക് മുഴുവനായിട്ട് ഫൈനൽ കോട്ട് കൊടുത്തിട്ട് ഇതേപോലെ കേക്ക് കുത്തനെ എടുത്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലും കൂടി ക്രീം ആക്കി കൊടുക്കണം. അപ്പോൾ കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാർഡ് എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ സൈഡും നമുക്ക് നീറ്റാക്കി എടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ടായിരുന്ന ക്രീമിൽ അല്പം ലൈറ്റ് ഷെയ്ഡ് ഈ ഒരു ടർക്കേസിൻ്റെ കളറ് ആക്കി കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മളിതൊരു ഫോൾട്ട് ലൈനിൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ നിന്നും ഇതേപോലെ ക്രോസ് ആയിട്ട് പൈപ്പിംഗ് ബാഗിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചാക്കി കൊടുക്കാം. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ക്രീമിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അടുത്ത ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്പം കൂടി ഡാർക്ക് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ലാസ്റ്റ് ഭാഗം വരുന്ന ലൈനിൻ്റെ തൊട്ട് മുകളിൽ നിന്നായിട്ട് ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം അതും ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി അതിലും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ആക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഇതേപോലെ ഫോൾട്ട് ലൈൻ ആക്കി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പം അങ്ങനെ നന്നായിട്ട് തണുപ്പിച്ച ശേഷം ഓരോ ഫോൾട്ട് ലൈന് വരുന്നതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഗോൾഡൻ ഡസ്റ്റോ അല്ലെങ്കിൽ കോപ്പർ ഡസ്റ്റോ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ സൈഡിൽ കുറച്ച് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സും ലീഫും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പറും കുറച്ച് ഗോൾഡൻ ലീഫ്സും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേക്ക് കട്ട് ചെയ്ത ശേഷം സാധാരണ കേക്ക് ഉണ്ടാകുന്ന പോലെ നേരെ വെച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ള പീസൊക്കെ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.